My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. And I'm super excited to be here കാരണം ഇത് എൻ്റെ സ്പിരിച്വൽ ജേർണിന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ ആദ്യത്തെ ഒരു എപ്പിസോഡാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമയം ഒരുപാട് ആളുകൾ അവരുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സിലൂടെ പോകുന്നുണ്ട്. സ്പിരിച്വാലിറ്റി എന്താണ്, അവരുടെ സെൽഫ് എന്താണെന്നൊക്കെ, സോൾ എന്താണെന്നൊക്കെ കൂടുതൽ റിയലൈസ് ചെയ്തു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. പല ആളുകളും അത് റൈറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും അവരുടെ ആ ഒരു ജേണിയുടെ ഒരു പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാതെ പല പ്ലേസിലായിട്ട് ഇങ്ങനത്തെ ഒരു ജേണിയിലേക്ക് വരുന്ന സമയത്ത് പല സിറ്റുവേഷനിൽ സ്റ്റക്കായി പോയി നിന്ന് പോകുന്ന ആളുകളും ഉണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജേണിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ ഇത് അങ്ങനെ എൻ്റെ സ്പിരിച്വൽ ജേർണിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ആദ്യത്തെ ഒരു എപ്പിസോഡാണ്. സോ ഇത് നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് എത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എത്രമാത്രം ഒരു പുതിയൊരു അനുഭവമാണ്, ഒരു പുതിയൊരു നോളേജ് ആണെന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എൻ്റെ ലൈഫിന്റെ വളരെ ചെറിയ ഒരു പ്രായത്തിലെ ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ളൊരു മഹാ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദ പവർ ഓഫ് ഡിറ്റാച്ച്മെന്റ്. അന്ന് ഈ വാക്ക് എന്താണ് ലെറ്റ് ഗോ, എന്താണ് ഡിറ്റാച്ച്മെന്റ് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായമാണ്. അന്ന് ഞാൻ ഒരു 5th സ്റ്റാൻഡേർഡ് 6th 7th ഒക്കെ പഠിക്കുന്ന ഒരു ഏജിൽ അത്ര കുഞ്ഞായിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ഉള്ളിൽ എൻ്റെ ആ ഒരു കുഞ്ഞു മനസ്സിൽ ചില റിയലൈസേഷൻ വന്നത്, ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ചെറുതാവുന്ന സമയത്ത് നമ്മളുടെ പാരന്റ്സ് ഒക്കെ ജോലി ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, അച്ഛൻ വരുന്ന സമയത്ത്, അമ്മ വരുന്ന സമയത്ത്. കാരണം ആ സമയത്താണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടുവരും. ആ ഒരു കാത്തിരിപ്പ് ഏതൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അല്ലെ. അങ്ങനെ ഒരിക്കൽ അന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു. സോ ഞാൻ രാവിലെ മുതൽ അച്ഛനും അമ്മയും തിരിച്ചു വരാൻ വേണ്ടി കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. സോ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് കാത്തിരുന്ന് ബോറടിക്കുക, സമയം പോകുന്നില്ല. സോ സമയം പോവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം, വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം, അമ്മ വരുന്നതിന് മുൻപ് മുറ്റൊക്കെ അടിച്ച് വീടൊക്കെ സെറ്റാക്കി വെക്കാന്നൊക്കെ വിചാരിച്ചു. ഒരു കുഞ്ഞ് ഏജിലെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വീടൊക്കെ ക്ലീൻ ചെയ്യുക, കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുക, കുക്ക് ചെയ്യാന്നൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സമയം പോവാൻ വേണ്ടി ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മ അന്ന് നേരത്തെ വരുന്നത്. അമ്മ സാധാരണ അത്ര നേരത്തെ എത്താറുള്ള ആളല്ല, പക്ഷെ അന്ന് അമ്മ വന്ന സമയത്ത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. സോ ഞാൻ വിചാരിച്ചു, ആ ഒരു കുഞ്ഞ് ഏജിൽ ഞാൻ വിചാരിച്ചു എന്ത് മിറാക്കിളാണ് സംഭവിച്ചത്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അന്ന് എൻ്റെ കുഞ്ഞു മനസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, അന്ന് ഞാൻ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലെ, വെറുതെ ഇരുന്നില്ല, വീടൊക്കെ ക്ലീൻ ചെയ്തു, അമ്മ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അമ്മ വരുന്നതിന് മുൻപ് ഞാൻ ചെയ്തു വെച്ചു. ഒരു നല്ല കാര്യമാണ് അല്ലെ, നല്ല കുട്ടിയുടെ ലക്ഷണമായിട്ട് നമ്മൾ കാണുന്ന, നല്ലൊരു സ്വഭാവമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഒരു നല്ലൊരു ആക്ഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, നമുക്ക് ചില കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ പണിയെടുക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, എൻഗേജ്ഡ് ആവണം, ക്ലീൻ ചെയ്യണം, വീടൊക്കെ ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് അന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ എനിക്ക് ആ ഒരു ട്രിക്ക് മനസ്സിലായി അല്ലെ, എങ്ങനെയാണ് എന്റെ പേരൻസ് നേരത്തെ വരേണ്ടത്, വരുന്ന സമയത്ത് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു മാജിക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സന്തോഷമായിരുന്നു അന്ന് എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു, സോ ഇപ്പൊ എനിക്ക് അറിയാം എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അടുത്ത പ്രാവശ്യം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദിവസം എനിക്ക് മനസ്സിലായി, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ പെട്ടെന്ന് അമ്മ വരും, പെട്ടെന്ന് പാരന്റ്സ് വരും, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും ഇന്റൻഷനലി. കാരണം ഈ ഒരു ഉദ്ദേശം എന്റെ മനസ്സിലുണ്ട് അല്ലെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്, വെറുതെ ചെയ്തു കൊടുക്കുകയല്ല, അതിന് എന്തോ ഒരു കാര്യം എനിക്ക് റിട്ടേൺ ഉണ്ടാവുന്നുണ്ട്. സോ ഇന്റൻഷനലി ആണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. അടുക്കള വൃത്തിയാക്കുന്ന സമയത്ത്, പാത്രം കഴുകുന്ന സമയത്ത്, അടിച്ചു വരുന്ന സമയത്ത് എനിക്ക് അറിയാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. സോ അവിടെ എന്റെ ആ ഒരു ഡിസയറിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അല്ലെ, അത് മനസ്സിൽ കണ്ടിട്ടാണ്, അത് ഹോൾഡ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ പല ആക്ഷൻസും അതിൽ പോകുന്നത്. സോ അങ്ങനെ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി ഈ ഒരു കാര്യം ഇന്റൻഷനലി അപ്ലൈ ചെയ്ത്
ഞാൻ കാത്തിരിക്കുകയാണ്. അന്ന് ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടും അവരാരും വരുന്നില്ല. വൈകിട്ടായി. അന്ന് അവർ ഒരുപാട് ലേറ്റ് ആയിട്ട് വന്നു, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആയി. എനിക്ക് വലിയ സങ്കടമായി. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ആ ഒരു കാര്യം, ആ ഒരു ഡിസയർ കണക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു അല്ലെ. വെറുതെ ക്ലീൻ ചെയ്തു സമയം കളഞ്ഞു. വെറുതെ ക്ലീൻ ചെയ്യണ്ടായിരുന്നു, വീടൊന്നും അങ്ങനെ വൃത്തിയാക്കണ്ടായിരുന്നു, ഒന്നും സംഭവിച്ചില്ല. വളരെ ഡിസപ്പോയിന്റഡ് ആയി, വളരെ സങ്കടമായി എനിക്ക്. കാരണം ഒരുപാട് പ്രതീക്ഷ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തിട്ട് എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അന്ന് ചിന്തിച്ചത് തെറ്റായിരിക്കാം. ആ വിശ്വാസം ഇല്ലാതായി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതുപോലത്തെ പല പല എക്സ്പീരിയൻസ് ഒക്കെ വന്ന് പോകുന്നുണ്ടായിരുന്നു. അന്ന് അച്ഛനും അമ്മയും വീട്ടിലില്ല, ഞാനും എൻ്റെ ബ്രദറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക, ഒരു കുഞ്ഞി പൂന്തോട്ടം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ മണ്ണൊക്കെ എടുത്ത് ഓരോ ചെടിയൊക്കെ പൊട്ടിച്ചിട്ട് ഒരു കുഞ്ഞി പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി. ഞാൻ അതിൽ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയി. അച്ഛൻ എപ്പോഴാ വരിക, അമ്മ എപ്പോഴാ വരിക, അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് പെട്ടെന്ന് അച്ഛനും അമ്മയും വീട്ടിൽ വരുന്നു. അന്ന് അച്ഛനും അമ്മയും വീട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആ ഒരു സമയത്താണ് എന്റെ മനസ്സിലൊരു സ്പാർക്ക് പോലെ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. നമുക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മളത് ഇന്റൻഷനലി അതിന് വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശം വെച്ച് മാത്രം നമ്മുടെ പല ആക്ഷൻസും പോകുന്ന സമയത്താണ് നമുക്കത് ലൈഫിൽ കിട്ടാത്തത്. മറിച്ച് നമ്മുടെ അറ്റൻഷൻ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത്, നമ്മുടെ ശ്രദ്ധ അതിന് വിടുന്ന സമയത്താണ് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത്. എക്സാക്ട്ലി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു കാര്യത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്ന സമയത്താണ്, അതിനെപ്പറ്റി മറക്കുന്ന സമയത്താണ് അത് ഒട്ടും പ്രതീക്ഷിക്കാതെ ലൈഫിൽ വരുന്നതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ആ ഒരു യങ് ഏജിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീട് അത് എന്റെ ലൈഫിൽ ഞാൻ പല സിറ്റുവേഷനിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ആ ഒരു ജേർണിയിൽ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു വലിയൊരു റിയലൈസേഷൻ ആയിരുന്നു ദ പവർ ഓഫ് ഡിറ്റാച്ച്മെന്റ്. നമ്മുടെ ആഗ്രഹത്തിനോടുള്ള ഓവർ അറ്റാച്ച്മെന്റ് വരുന്ന സമയത്ത്, ഓവർ എക്സ്പെക്ടേഷൻ അതിൽ വരുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ ഉണ്ടാവില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നത് ഇവിടെ ഒരു കാര്യം ലക്ഷ്യമിട്ടിട്ടായിരിക്കാം. നമ്മുടെ ഓരോ ആക്ഷൻസും അങ്ങനെയായിരിക്കാം പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. സോ നമുക്ക് അതിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ താനെ വരും. മറിച്ച് നമ്മൾ ചെയ്യുന്ന ആക്ഷനിൽ നമ്മൾ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് ചില ഡിസയർ ഉണ്ട്, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുക, ആൻഡ് അത് ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു മൊമെന്റിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ കൂടുതൽ ഇൻവോൾവ് ആവുക. ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജേർണൽ എഴുതുന്ന ആളുകളായിരിക്കാം പല ആളുകളും അല്ലെ. സോ നമുക്കറിയാം ജേർണൽ എഴുതുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താന്നുള്ളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാനും നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെച്ച് ലൈഫിൽ അട്രാക്ട് ചെയ്യാനൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയമാണ് ജേർണൽ എന്ന് പറയുന്നത്. പക്ഷെ പല ആളുകളും ജേർണൽ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് മേ ബി ഒട്ടും എഴുതാൻ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കാം. എങ്ങനെങ്കിലും എല്ലാവരും ജേർണൽ എഴുതിയിട്ടാണ് ലൈഫിൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത്. സോ എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാൻ പോവാണ്. സോ അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ കോൺസെൻട്രേഷൻ മൊത്തം ആ ഒരു പ്രോസസ് എങ്ങനെയെങ്കിലും എഴുതി തീർക്കുക എന്നുള്ളതായിരിക്കാം. നമ്മളെടുത്ത് നമ്മുടെ ടീച്ചർ ഇമ്പോസിഷൻ എഴുതാൻ പറയുന്ന സമയത്ത് നമ്മൾ എന്താ എഴുതുന്നത് എന്നതിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം എത്രയും പെട്ടെന്ന് എഴുതി തീർക്കുക എന്നുള്ളതാണ്. ആ ഒരു കൗണ്ടിലാണ് നമ്മുടെ ഫോക്കസ് പോവാ അല്ലെ. എഴുതുന്നതിന് അത്ര ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ല. ജേർണൽ എഴുതുന്ന സമയത്തും പല ആളുകളും ചെയ്യുന്നത് അതാണ്. ആ ഒരു കണ്ടന്റിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ അത് ആസ്വദിച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു പ്രോസസ്സിൽ എൻഗേജ്ഡ് ആവാൻ സാധിക്കുന്നില്ല. മറിച്ച് എത്രയും പെട്ടെന്ന് എഴുതി തീർക്കുക. സോ നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, നിങ്ങൾ എത്രമാത്രം അതിനോട് ക്രേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്കൊരു കാര്യത്തിനോട് ഓവർ എക്സ്പെക്ടേഷൻ വരുന്ന സമയത്ത്, ഓവർ അറ്റാച്ച്മെന്റ് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും എന്റെ ലൈഫിൽ അത് വേണം, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഒരൊറ്റ കാര്യം ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ നോട്ട് വർക്ക്. ഇൻസ്റ്റീഡ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക. നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരിക്കണം അല്ലെ. നമുക്ക് ചില കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ നാച്ചുറലി ഉണ്ടാക്കിയിട്ടുള്ള ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ. നമുക്കത് നടക്കോ നടക്കില്ലേ അറിയില്ല, പക്ഷെ ആ ഒരു ആഗ്രഹം സ്ട്രോങ് ആയിട്ട് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും. അത് ചില പ്ലേസിൽ പോവാന്നുള്ളതായിരിക്കാം, ചില കാര്യങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതായിരിക്കാം, ചില വ്യക്തികളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാനുള്ള ഒരു വലിയൊരു ആഗ്രഹം, വലിയൊരു ഡിസയർ നാച്ചുറലി നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും
അല്ലെ? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഫംഗ്ഷന് പോകുന്നു അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോകുന്നു, അവിടെ നിങ്ങൾക്ക് ഒരുപാട് സൗഹൃദം തോന്നുന്ന ഒരു പേഴ്സൺ, നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്കൊരു വലിയൊരു ഫ്രണ്ട്ഷിപ്പ് തോന്നുന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ഒരു ഫ്രണ്ട് ആയിട്ട് എടുക്കണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടൊരു ആഗ്രഹം അവിടെ ഉണ്ട്. ആൻഡ് ഓൾ ഓഫ് സഡൻ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷനിൽ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ടൈമില് നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു നല്ലൊരു സൗഹൃദത്തിലേക്ക് വരുന്നതായിരിക്കാം. പിന്നീട് നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് മാറുന്നതായിരിക്കാം. അതുപോലെയാണ് ചില ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ചില ആഗ്രഹങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിലെത്താനുള്ള വഴി അതായിട്ട് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ കാലം നമ്മളുടെ മുന്നിൽ കൊണ്ടുവരും. ജസ്റ്റ് ഇമാജിൻ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് വലിയൊരു ഫ്രണ്ട്ഷിപ്പ് തോന്നി, പക്ഷെ ആ ഒരു ടൈമിൽ ആ വ്യക്തി പ്രിപ്പയർഡ് അല്ല. നിങ്ങളെ വലിയൊരു സ്ട്രേഞ്ചർ ആയിട്ടായിരിക്കാം ആ വ്യക്തി കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു വ്യക്തി, നിങ്ങൾ പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് ആ വ്യക്തി പ്രിപ്പയർഡ് ആവണമെന്നില്ല. സോ ഇന്റൻഷനലി നിങ്ങൾ ഓരോ കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് സംസാരിക്കാനുള്ള അവസരങ്ങൾ നോക്കി നോക്കി നടക്കുന്നതായിരിക്കാം. പ്രോബബ്ലി അത് എൻഡപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം ചില കോൺഫ്ലിക്റ്റിലായിരിക്കാം, അല്ലെ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് അവിടെ നിന്ന് കിട്ടില്ല. ആൻഡ് പ്രോബബ്ലി ചില സമയത്ത് അതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ചേസിങ് മോഡിലേക്കും ഒരുപാട് നമ്മൾ അതിൽ ഓവർ അറ്റാച്ച്മെന്റ് കാണിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള കാര്യം വളരെ സന്തോഷമായിട്ട് ചെയ്യാം. ഒരുപാട് പ്രഷർ നമ്മളുടെ ഉള്ളിൽ തന്നെ കൊടുക്കാതിരിക്കുക. ചിലത് നാച്ചുറലി സംഭവിക്കും. ആൻഡ് മെയിൻലി നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്താനുള്ള വഴി നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്തു വരും. ചില സമയത്ത് നമുക്ക് അത്ര ആഗ്രഹമുള്ള ഒരു കാര്യത്തിനെ ലെറ്റ് ഗോ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ ആ ഫ്ലോയിൽ പോവുക. നിങ്ങൾക്കൊരു ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്, പക്ഷേ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചാലായിരിക്കാം, ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലായിരിക്കാം നിങ്ങൾക്ക് അതിൽ എത്താൻ സാധിക്കുക. പക്ഷെ നമുക്ക് ചില കാര്യത്തിനോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കും, ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും. ഇത്ര സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് എന്റെ ലൈഫിൽ വേണം എന്നുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള പല 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 കാര്യങ്ങളും ചെയ്യും. സോ നിങ്ങൾക്കൊരു കാര്യത്തിനോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ ഉണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. ആൻഡ് ആ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ ഒരു ഡെപ്തിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം, അതിൽ എൻഗേജ്ഡ് ആവാൻ സാധിക്കണം. ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല, നമുക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കണം. പക്ഷെ ആ ഒരു മൊമെന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള വേറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, നമ്മളെ എൻഗേജ് ചെയ്യാൻ പ്രാപ്തിയുള്ള വേറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആ ഒരു സമയത്ത് സമയം പോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്റെ അറ്റൻഷൻസ് വേറെ കാര്യത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ക്ലീനിങ് പ്രോസസ്സിലേക്ക് ഞാൻ എൻഗേജ്ഡ് ആയി. ക്ലീനിങ് എനിക്ക് വലിയ താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് കംപ്ലീറ്റ്ലി അതിൽ എൻഗേജ്ഡ് ആയിട്ടാണ്. ഞാൻ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അമ്മ എപ്പോൾ വരും, അച്ഛൻ എപ്പോൾ വരും, അവരെന്ത് കൊണ്ടുവരും, ആ കാര്യത്തിനെ കംപ്ലീറ്റ്ലി ഞാൻ വിട്ടുപോയി. എന്റെ ഉള്ളിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ ഒരു കാര്യത്തിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് ചിന്തിക്കാതായി. കാരണം ഞാൻ ഈ ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്, ഈ ഒരു പ്രോസസ്സിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. ആൻഡ് സ്ലോലി അത് ഞാൻ പോലും അറിയാതെ ആ ഒരു തോട്ടിനോടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഡിസൈറിനോടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് അവിടെ സംഭവിച്ചു. ആ ഒരു സമയത്താണ് ചില മാജിക് സംഭവിച്ചത്, അല്ലെ? സോ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ അതിൽ തന്നെ കിടന്നുറങ്ങി ജീവിക്കുന്ന ആളുകളാണ്. അത് ഉണ്ടെങ്കിൽ എന്റെ ലൈഫിൽ സന്തോഷം ഉണ്ടാവുള്ളൂ, എനിക്ക് വേറെ ഒരു കാര്യവും അതില്ലാണ്ട് എനിക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റില്ല, സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ല, സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഈവൻ നിങ്ങളുടെ ലൈഫിൽ വന്നാൽ പോലും നിങ്ങൾക്കൊരു റിയൽ ഹാപ്പിനെസ് കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അത് മനസ്സിലാക്കി ഓരോ സിറ്റുവേഷൻ, നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും, നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ലൈഫിൽ അട്രാക്ട് ചെയ്യാം, എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാം. എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും എപ്പോഴും മനസ്സിലാക്കാം, നമ്മളുടെ കൺട്രോളിൽ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അതാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുക, നമ്മളൊരു കാര്യത്തില് നമുക്കൊരു കാര്യം വേണം, നമുക്കൊരു ആഗ്രഹമുണ്ട്, ഒരു പവർ ഉണ്ട്, അല്ലെ? അതൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു പവർ ഉണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കും, അത് ഒരു വഴിയിൽ കൂടി ആയിരിക്കാം നമ്മൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കും, ഒരു വഴിയിൽ മാത്രമായിട്ടായിരിക്കാം നമ്മൾ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് സംഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് ലൈഫിൽ വരുന്ന സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്നായിരിക്കാം, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം അത് നമ്മൾ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം.
അല്ലെ? ഓവർ അറ്റാച്ച്മെന്റ് കാണിക്കുന്നത്, നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് ആക്ഷൻസ് കൊടുക്കുന്ന സമയത്തും ഈ ഒരു ഒറ്റ ഉദ്ദേശം വെച്ച് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് ആ ഒരു പ്രോസസ് സ്മൂത്ത് ആയിട്ട് വർക്ക് ആവില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് വെക്കണം, അത് ട്രസ്റ്റ് ചെയ്യണം. പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ ഇന്റൻഷനലി ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള പല പല കാര്യങ്ങൾ അതിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങും. മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ആയിരിക്കാം, ലോ ഓഫ് അട്രാക്ഷൻ പല രീതിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കാം. ചില സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം എന്ന് പറയുന്നത് പോലെ ലെറ്റ് ഗോ ചെയ്യാനുള്ള പ്രോസസ് ഒക്കെ ആളുകൾ ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ എന്താണ് ആ ഒരു ലെറ്റ് ഗോന്റെ ഒരു ഇന്റൻസ് എന്ന് മനസ്സിലാക്കാതെയാണ് പല ആളുകളും ലെറ്റ് ഗോ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെ? ലെറ്റ് ഗോ ചെയ്യുന്ന ആക്ഷൻസ് ഒക്കെ, ലെറ്റ് ഗോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആക്ഷൻസ് മൊത്തം ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് വിട്ടുകളയാണ്ടായിരിക്കാം പല ആളുകളും ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. റൈറ്റ്? സ്റ്റിൽ നമ്മൾ അവിടെ തന്നെ ചേസ് ചെയ്യുന്ന, അവിടെ ആവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ആക്ഷനിൽ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ചില ആളുകൾ ലെറ്റ് ഗോ ചെയ്യാൻ ഉള്ള പല പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരുടെ ഉദ്ദേശം എന്താണ് അവിടെ ഉണ്ടാവുന്നത്? ലെറ്റ് ഗോ ചെയ്യുന്നത് എന്തിനാണ്? ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് വീണ്ടും ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ലെറ്റ് ഗോ ചെയ്യുന്നത്. നോ, അങ്ങനെയല്ല. ആദ്യം നമ്മൾ എന്താണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്? നമ്മുടെ എക്സ്പെക്ടേഷൻ ആയിരിക്കാം, അതുവരെയുള്ള നമ്മളെ റിയാലിറ്റി ആയിരിക്കാം, അതുവരെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. അത് കംപ്ലീറ്റ്ലി നമുക്കത് റിലീസ് ചെയ്യാൻ സാധിക്കണം. അവിടെ നമ്മളിങ്ങനെ ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി പോവാ, പിന്നീട് ഞാൻ എന്ത് സംഭവിക്കും, പിന്നീട് അത് ലൈഫിൽ വരില്ലേ, അത് കംപ്ലീറ്റ്ലി നഷ്ടമായി പോവാന്ന് പല പേടികളും നമുക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഓരോ ആക്ഷൻസിന്റെയും ഒരു മേജർ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം എയിം ചെയ്തിട്ടായിരിക്കാം. ഇൻസ്റ്റീഡ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പ്രോസസ്സിലാണ് എൻഗേജ്ഡ് ആവുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ആ ഒരു കാര്യം എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആവണം, അല്ലെ? നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തു, 2-3 ദിവസം ഞാൻ ലെറ്റ് ഗോ ചെയ്തു, അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്നുള്ളത് നോക്കാനുള്ള ഒരു ക്രേവ് ഉണ്ടാവും ചില ആളുകൾക്ക്, അല്ലെ? ഒരു സ്പെസിഫിക് പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ എക്സ് ഓർ നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഓർ നിങ്ങളുടെ എന്ത് കണക്ഷൻ തോന്നിയിട്ടുള്ള ആളുകളോ അവരെ ലെറ്റ് ഗോ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഇന്റൻഷൻ മൊത്തം എന്താണ്? ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1-2 ദിവസം ലെറ്റ് ഗോ ചെയ്യും, ഇന്റൻഷനലി ചെയ്യും. പണ്ട് അമ്മ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരായിരുന്നു. കദളി വാഴയുടെ മേലെ ഇരുന്ന കാക്ക അറിയാണ്ട് കിണറ്റിൽ വീണുപോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരുപാട് സ്വർണ്ണൊക്കെ ഇട്ട് തിരിച്ചു വരും. ആ കഥ വേറൊരു കാക്കേന്റെ അടുത്ത് പറയുന്ന സമയത്ത് ഇത് കൊള്ളാലോ പരിപാടി എന്നൊക്കെ വിചാരിച്ച് ഇതേ കാര്യം തന്നെ കാക്ക ചെയ്യാൻ ശ്രമിക്കും. അതേ കദളി വാഴയുടെ ഇലയിൽ പോയിരിക്കും, ഇല പൊട്ടില്ല, മനഃപൂർവ്വം അത് പൊട്ടിച്ചിട്ട് കിണറ്റിൽ വീഴും. പിന്നീട് അവിടുന്ന് കാക്കയ്ക്ക് എണീറ്റ് വരാൻ പറ്റില്ല. ലോ ഓഫ് അട്രാക്ഷൻ, ലെറ്റ് ഗോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുന്ന സമയത്തും അതിന്റെ ഒരു ജെന്യൂനിറ്റി നിങ്ങൾക്ക് കണക്ട് ചെയ്യണം. അതെന്തിനാണ് ചെയ്യുന്നത്, അതിന്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എന്തിനാണ് നമ്മൾ ഡിറ്റാച്ച് ചെയ്യാൻ പറയുന്നത്? ചില കാര്യങ്ങൾ പിടിച്ചു വെച്ചോണ്ടല്ല, ഓക്കെ ഞാൻ ഡിറ്റാച്ച്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്തൊക്കെയോ കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കണം. കാരണം എന്താ? വിശ്വാസമില്ല, ഇതുകൂടെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയാണ്. ചില കാര്യങ്ങൾ നമ്മൾ കമ്പാരിസൺ എന്ന് വരുന്ന കാര്യങ്ങളായിരിക്കാം. അവരങ്ങനെ ചെയ്തു, അവരുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായി, അതുകൊണ്ട് ഞാനും ചെയ്തു നോക്കുന്നു. നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അതിനൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവണം, ആൻഡ് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ അതിലുണ്ടാവണം. അറ്റാച്ച്ഡ് ആവാൻ പാടില്ല, ഓവർ അറ്റാച്ച്ഡ് ആവാൻ പാടില്ല. ചില കാര്യങ്ങൾ ചില സമയത്തേക്ക് നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. ലൈഫിൽ എന്ത് പ്രോസസ്സിലൂടെയാണ് പോവേണ്ടത് ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കാരണം ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് അത് സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമില്ല, അതൊട്ടും സംഭവിക്കില്ല എന്നുള്ളതും അർത്ഥമില്ല. മേ ബി ചില കാര്യങ്ങൾക്ക് സംഭവിച്ചിട്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്തേണ്ടത്. നിങ്ങൾക്കൊരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ലൈഫിൽ വേറെയും കാര്യങ്ങളുണ്ട്, നിങ്ങൾ എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക് പോവുക, ആ ഒരു കാര്യം കൂടെ ഫോക്കസ് ചെയ്യുക. ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കുക, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കുക. അതിനൊരു അനക്ക് ഉണ്ടാവാതിരിക്കുക. ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് അവിടെ സംഭവിക്കും, വേറെ കാര്യങ്ങളൊക്കെ പോയി ചെയ്യാം. നിങ്ങളത് ചെയ്ത് തീരുന്ന സമയത്തായിരിക്കാം
ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിൽ നോട്ടിഫൈ ചെയ്യാം, ഓ ഇത് നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇത് ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്. ചില ആളുകൾ അങ്ങനെയാണ് അല്ലെ, നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് അവരുണ്ടാവില്ല ലൈഫിൽ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ ലൈഫിൽ അപ്പിയർ ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് ഒരു എഫേർട്ടും അതിൽ കൊടുത്തിട്ടുണ്ടാവില്ല, റൈറ്റ്? സോ നിങ്ങൾക്കൊരു പുതിയ ഇൻസൈറ്റ് തന്നിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.